ഞാൻ ജമാൽ വില്യാപ്പള്ളി, സൗദി ദമാം നവയുഗം സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റും നിലവിലെ ലോകകേരള സഭ മെമ്പറുമാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നത് ലോകകേരള സഭയുടെ 5ാമത് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് വിജ്ഞാന കേരളത്തിൻ്റെ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയുള്ളൂ. ഈ 2 സമ്മേളനത്തിനും ആശംസകൾ ആദ്യമേ നേരട്ടെ. ഞങ്ങൾ നവയുഗ സാംസ്കാരിക വേദി സൗദി അറേബ്യയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി വിവിധ മേഖലകൾ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പകരം വെക്കാൻ കഴിയാത്ത അത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുകയാണ്. സൗദിയിൽ ഇപ്പോൾ 36 വർഷമായി. ഞാൻ ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ 20 വർഷം ജോലി ചെയ്തു, പിന്നെ CCC എന്ന് പറഞ്ഞ കമ്പനി. അതിനുശേഷം മെഗാ റിക്രൂട്ട്മെന്റ് രംഗത്താണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഞാൻ സെറാക്കോ ഹ്യൂമൻ റിസോഴ്സസ് എന്ന ഒരു വലിയ കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഞങ്ങളുടെ മെയിൻ കോർ ഓഫ് ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി 2013 വിഷനോടുകൂടി സൗദി ഗവൺമെൻറ് വിസ കൊടുക്കുന്ന ആ ജോലി, മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിൻ്റെ അണ്ടറിലുള്ള ആ ജോലി, അത് പ്രൈവറ്റ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ സൗദിയിൽ ആർക്ക് വന്ന് ഇറങ്ങണോ അവർക്ക് വേണ്ട വിസ എല്ലാ രാജ്യത്തിൻ്റെയും ഓപ്പണാണ്. എല്ലാ ട്രേഡ്സും എല്ലാ കമ്പനികൾക്കും വേണ്ടതും കൊടുക്കാനുള്ള അധികാരം ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1000 വിസ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരാഴ്ച 1 വീക്ക് ടൈം തന്നാൽ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വിസ തരാൻ പറ്റും. അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്, ചില ഫൈനാൻഷ്യൽ പേയ്മെൻ്റ് ഉണ്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കമ്പനികൾക്ക് അവിടെ വന്നിട്ട് അവരെ HR കാര്യം കുറേ തലവേദന ഒഴിഞ്ഞു കിട്ടും. അതൊക്കെ ഞങ്ങളുടെ ഓഫീസിലാണ് ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ലുലു പോലത്തെ അല്ലെങ്കിൽ നെസ്റ്റോ പോലത്തെ അല്ലെങ്കിൽ നാസർ ഹജരി പോലത്തെ വലിയ കമ്പനികൾ, ഞങ്ങളെപ്പോലത്തെ കമ്പനികളാണ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തികച്ചും ലീഗലാണ്. ലേബർ ഓഫീസിൽ നിന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് അപ്രൂവ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആണ്. അപ്പോൾ അത് സംബന്ധിച്ചോളം റിക്രൂട്ട്മെന്റ് മേഖല വളരെ അനായാസമാക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം. ആ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സാമൂഹിക പ്രവർത്തകന് അത്യാവശ്യം എഴുത്തും പ്രഭാഷണങ്ങളും പിന്നെ അതേപോലെ സംഘടനാ പ്രവർത്തനങ്ങളും ഈ നവയുഗത്തിന് പുറമെ പ്രാദേശിക കൂട്ടായ്മ വടകര NRI ഫോറത്തിന് നേതൃനിരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറത്തിൻ്റെ വൈസ് ചെയർമാനാണ്. വടകര പ്രാദേശിക കൂട്ടായ്മ ഉണ്ടാക്കിയ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളും കൂടിയാണ്. ഞങ്ങൾ സംഘടനയിൽ ഇത് ശക്തമായൊരു ടീമുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, കേന്ദ്ര ഗവൺമെൻറ് നാരീശക്തി അവാർഡ് വാങ്ങിയ മഞ്ജു മണിക്കൂട്ടൻ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്. അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്നെ അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ ഇത്ര പ്രശസ്തമായ ഒരു അവാർഡ് കൊടുത്ത് ആദരിച്ചത്. അതായത് സ്ത്രീകൾ, പ്രത്യേകിച്ച് വീട്ടു ജോലിക്കാർ അല്ലെങ്കിൽ വീട്ടു ഡ്രൈവർമാർ, അതേപോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്ന് പറയും കോമണിൽ പറയുകയാണെങ്കിൽ, ഇവർക്കുള്ള പ്രശ്നങ്ങൾ, അവർക്ക് സ്പോൺസേഴ്സ് എന്നുള്ള പീഡനമായാലോ അല്ലെങ്കിൽ വേറെ എന്ത് പ്രശ്നങ്ങളായാലും റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ നിന്നുള്ള പ്രശ്നങ്ങളായാലും എല്ലാ കാര്യം ഞങ്ങൾ ഇടപെടും. ഞങ്ങളെ ഒരു ടീം അതിനുവേണ്ടി വർക്ക് ചെയ്ത് അവരെ തിരിച്ച് ഭദ്രമായി കയറ്റി അയക്കാനും അവർക്ക് പോകുമ്പോൾ ഇവൻ ടിക്കറ്റ് പോലും എടുത്തു കൊടുക്കാനുള്ള എല്ലാ ഞങ്ങൾ സംഘടന മുഖേന ചെയ്തുകൊണ്ട് സഹൃദയ ജനങ്ങളിൽ നിന്ന് സഹായം തേടിക്കൊണ്ടും ഞങ്ങൾ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണുക എന്നുള്ളതാണ് സംഘടന എന്ന ഞങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. ജോബ് വിസയായിട്ട് ഞങ്ങളെ ഈ ടീം തന്നെ അവരെ സ്പോൺസർമാരെ സംസാരിച്ചും അതിന് പിന്നെ ലേബർ ഓഫീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടും പിന്നെ ഞങ്ങളെല്ലാം തന്നെ എംബസിയുടെ ഈ വോളണ്ടിയർ ടീമിൽപ്പെട്ട ആളാണ്. അപ്പോൾ എംബസിയുമായി സംസാരിച്ചുകൊണ്ടും പ്രശ്നം പരിഹരിക്കും, സെറ്റിൽമെൻറ്റ്. പിന്നെ ഇപ്പോഴും ലോകകേരള സഭ മെമ്പർ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് തുടർച്ചയായി വർക്ക് ചെയ്യാണ്. അപ്പം അത് വളരെ ഈസിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ലോകകേരള സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഒരു കുടക്കീഴിൽ ലോകത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിണക്കുമ്പോൾ അപ്പോൾ ഏത് പ്രശ്നങ്ങളിലും നിമിഷങ്ങൾക്ക് ഇടപെടാൻ പറ്റും. കഴിഞ്ഞ ഉക്രൈൻ യുദ്ധത്തിലായാലും അതേപോലെ തന്നെ മറ്റേ പ്രളയ സമയത്തും എല്ലാം തന്നെ ഞങ്ങൾ വളരെ ഈസി ആയിട്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ ലോകകേരള സഭ ശക്തമായ ഒരു ടൂളാണ്. പിന്നെ അതിൽ അറിയാമല്ലോ, അതിൻ്റെ ഒരു സംഘടനയെ തന്നെ അതിൽ എല്ലാ മന്ത്രിമാരും MLA-മാരും MP-മാരൊക്കെ ഉള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവരുടെ അറ്റൻഷൻ വരുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം പെട്ടെന്ന് റിയാക്ഷൻ വരുന്നു എന്നുള്ളതാണ് ഇന്ന് ചരിത്രത്തിൽ ഇതംപ്രഥമമായി. അല്ലെങ്കിൽ ഏറ്റവും പ്രവാസികൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ മറക്കാനാവാത്ത, പ്രവാസികൾ എന്നും നന്ദിയോടെ ഓർക്കുന്നൊരു കാര്യമാണ് ലോകകേരള സഭ.
ആ ലോകസഭയുടെ പ്രവർത്തനം ഇനിയും കൂടുതൽ ഉയരങ്ങളെ കൊണ്ടുപോകണം. അതിന് പ്രതിപക്ഷങ്ങളും തന്നെ എതിർക്കാതെ പോകണമെന്നുള്ളതാണ്. ഏത് ഭരണം വന്നു കഴിഞ്ഞാലും ഈ ലോകസഭ ഊർജ്ജസ്വലയോടെ പ്രവർത്തിച്ചാൽ പ്രവാസികളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നിമിഷങ്ങൾക്കകം തീർക്കാൻ കഴിയും. ഇപ്പം പ്രവാസികൾക്ക് ഏകജാലക സംവിധാനം കൊണ്ടുവന്നല്ലോ, പ്രവാസമിത്രം. ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭൂമിയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അതിന് നടപടി ഉണ്ടാകുന്ന ഒരു അവസ്ഥ. സത്യത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അകത്തുകയെ പറയാൻ വെച്ചാൽ LKS തന്നെ വലിയൊരു ശക്തിയാണ് പ്രവാസികളെ സംബന്ധിച്ചോളം. ഞാൻ കോഴിക്കോട് വടകരയിൽ വില്യാപ്പള്ളി സ്വദേശിയാണ്. പഠിച്ചത് ബ്രണ്ണൻ കോളേജിലാണ്. കുടുംബസമേതം സൗദി അറേബ്യയിലാണ്. 2 കുട്ടികളാണ്. ഒന്ന് ഡോക്ടറും ഒന്ന് എഞ്ചിനീയറുമാണ്. താങ്ക് യു.